കാസർഗോഡ് നിന്നാണ് പുതിയൊരു വാർത്ത വരുന്നത്. കാസർഗോഡ് ആദൂരിലെ തെയ്യം കലാകാരനായ ബിജുവിന്റെ മരണം കൊലപാതകം. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് ചിന്താനന്ദനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ കാസർഗോഡ് നിന്ന് ചേരുന്നു. ജോസഫ്, കഴിഞ്ഞ ദിവസമാണ് ബിജുവിനെ ഇത്തരത്തിൽ വീടിന്റെ വരാന്തയിൽ അബോധാവസ്ഥയിലായ നിലയിൽ കണ്ടെത്തുന്നതും പിന്നീട് ഇയാൾ മരിക്കുന്നതുമെല്ലാം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. എന്തിന്റെ പേരിലാണ് ഈ ഒരു കൊലപാതകം? ചിന്താനന്ദൻ ഇതുമായുള്ള ബന്ധം എന്താണ്? കൂടുതൽ വിവരങ്ങൾ അതുല്യ, ചൊവ്വാഴ്ച വൈകുന്നേരമാണ് അയൽവക്കക്കാരനായ ചോമണ്ണ നായക്കിന്റെ വീടിന്റെ വരാന്തയിൽ വെച്ച് പ്രശസ്ത തെയ്യം കലാകാരനായ ബിജുവിനെ അവശ നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ബിജുവിന്റെ സഹോദരി സൗമിനി ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത് കൊലപാതകമാണെന്നുള്ളൊരു സംശയം ഡോക്ടർമാർ പ്രകടിപ്പിച്ചത്. പിന്നീട് ഈ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ സുഹൃത്തിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടുകയും ചോദ്യം ചെയ്യുകയും ഇതിൽ നിന്ന് ഇത് കൊലപാതകമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. ഈ ചോമണ്ണ നായക്കും ഇപ്പോൾ പിടിയിലായ ചിത്താനന്ദനും ഈ ബിജുവും സുഹൃത്തുക്കളായിരുന്നു. ഇവർ ഈ ചോമണ്ണ നായക്കിന്റെ വീട്ടിൽ നിന്ന് മദ്യപിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചിത്താനന്ദനും ബിജുവും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. കോലായിൽ ഇരിക്കുകയായിരുന്ന ബിജുവിനെ പിന്നീട് താഴേക്ക് തള്ളിയിടുകയാണ് ഉണ്ടായത്. തള്ളിയിട്ടപ്പോൾ കഴുത്തിന് പരിക്കേറ്റിരുന്നു. കഴുത്തിന് പരിക്കേറ്റ ഇയാളെ ഇവർ രണ്ടുപേരും കൂടി ഈ വീടിന്റെ വരാന്തയിൽ കിടത്തുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ ഈ വേദനയ്ക്കുള്ള മരുന്നും അതുപോലെ തന്നെ തലയിൽ കഴുത്തിൽ പുരട്ടാനുള്ള ഒരു മൂവും കൊടുക്കുകയുണ്ടായി. പിന്നീട് ഇവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്. ഇത് പരിക്ക് ഗുരുതരമാണ് എന്നുള്ള കാര്യം അവർ കരുതിയിരുന്നില്ല. ഇയാൾ പിന്നീട് മയങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ മദ്യലഹരിയിൽ മയങ്ങുകയാണ് എന്നാണ് ഈ സുഹൃത്തുക്കൾ വിചാരിച്ചത്. പിന്നീട് ഒരു ദിവസം കഴിഞ്ഞിട്ടും ഈ ബിജുവിനെ കാണാതായതിനെ തുടർന്ന് ഈ സഹോദരി ഈ ബിജുവിനെ വിളിക്കുമ്പോൾ ഈ ബിജു അബോധാവസ്ഥയിൽ എന്തോ പറയുന്നുണ്ട്. മദ്യലഹരിയിലായിരിക്കുമെന്ന് കരുതിയാണ് പിന്നീട് ഇവർ ഒന്നും പറയാതിരുന്നത്. പിന്നീട് അടുത്ത ദിവസം ഇത്തരത്തിൽ ബിജുവിനെ കാണാതായതിനെ തുടർന്ന് ഈ ചോമണ്ണ നായക്കിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തുകയായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ തെയ്യം കലാകാരനായ ബിജു അവശ്യ നിലയിലെത്തിയതായി കണ്ടെത്തിയത്. പിന്നീട് ഇവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ പെടലിക്ക്, അതായത് കഴുത്തിനേറ്റ ഗുരുതര പരുക്കാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ചിദാനന്ദനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ആദൂർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. എന്തായാലും സുഹൃത്തായിട്ടുള്ള ചിദാനന്ദനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തായാലും നരഹത്യക്ക് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതില്ല. ശരി ജോസഫ്, കാസർഗോഡ് ആദൂരിൽ മദ്യപാനത്തിന് ശേഷം അവശനിലയിൽ അയൽവാസിയുടെ വരാന്തയിൽ കണ്ടെത്തിയ തെയ്യം കലാകാരൻ ബിജുവിന്റെ മരണം കൊലപാതകമാണെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്കേറ്റത്തെ തുടർന്ന് സുഹൃത്ത് ചിദാനന്ദൻ ബിജുവിനെ തള്ളിയിടുകയും പരിക്കേറ്റ ബിജുവിനെ തിരിച്ച് അതുപോലെ തന്നെ വരാന്തയിൽ കിടത്തി സുഹൃത്തുക്കൾ പോവുകയുമായിരുന്നു. എന്നാൽ ആ വീഴ്ചയിൽ കഴുത്തിനേറ്റ ഗുരുതരമായ പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചത്. സമയബന്ധിതമായി ആ പരിക്ക് കണ്ടെത്തി ചികിത്സ നൽകാത്തതിനാലാണ് ബിജു മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുഹൃത്ത് ചിദാനന്ദനെതിരെ കൊലപാതക കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. കാസർഗോഡ് ആദൂരിലെ തെയ്യം കലാകാരൻ ബിജുവിന്റെ മരണത്തിൽ സുഹൃത്ത് ചിദാനന്ദനെതിരെ ഇപ്പോൾ കൊലപാതക കുറ്റം ചുമത്തിയിരിക്കുകയാണ്. സുഹൃത്തിനെ പിടികൂടിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്നും ജോസഫാണ്.